പിന്നെ ആരെന്നറിയാമോ? സ്വന്തമായിട്ട് കൊട്ടാരം ഉണ്ടായിട്ടും കോഴിക്കോട് പണിത് നടന്നവനാ. സ്വന്തം കൊട്ടാരം ഇവന്റെ വകയുണ്ടായിട്ടും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഇവൻ എത്ര മഹാൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ. യേശു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, യാഗപീഠത്തേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വലിയവൻ, വലിയവൻ. ഹല്ലേലൂയ. ഞാനിതൊക്കെ വായിച്ചപ്പോൾ ഇരുന്ന് കരഞ്ഞു. എത്ര വലിയവനാണ് എൻ്റെ കർത്താവ്. മറിയക്കറിയാം എൻ്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞാലും മനസ്സലിവുള്ളവനാണ്. അവനേ ചെയ്യാനുള്ളൂ. അവൻ മാത്രമേ ചെയ്യാനുള്ളെങ്കിൽ അവൻ ചെയ്തിരിക്കും. അവൻ ചെയ്തിരിക്കും. അവൻ മാത്രമേ ചെയ്യാനുള്ളെങ്കിൽ, ഡോക്ടർമാർക്ക് കഴിയില്ലെങ്കിൽ, വൈദ്യശാസ്ത്രം കൈവിട്ടെങ്കിൽ, ഇനി ഒരാളെ ഉള്ളെങ്കിൽ, അവൻ മാത്രമുള്ളെങ്കിൽ, സമയമായില്ലെന്ന് പറഞ്ഞാലും ഇന്ന് പകലിൽ അവൻ ചെയ്തിരിക്കും. പോരാ, കൈകൾ അടിച്ച് ഇന്ന് 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 വേഗത്തിൽ അപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിലെ വൈകിട്ടത്തെ കോട്ടേജ് മീറ്റിംഗ് ആണ്. മറിയ കൊച്ചമ്മയാണ് ലീഡ് ചെയ്യുന്നത്. ഈ വീഞ്ഞുണ്ടായതിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കുക. യേശു കർത്താവ് അവിടെ ഇല്ല. അടുത്ത ചോദ്യം, പിന്നെ കൊച്ചമ്മ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇവൻ ആരാ? വീഞ്ഞുണ്ടാക്കി ഇവൻ ആരാ? അടുത്ത കാര്യം, ഈ കൊച്ചിനെ പഴുന്തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയപ്പോൾ ആട്ടിടയന്മാർ വന്ന് നമസ്കരിച്ച ചരിത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച മറിയ അതിനെ വിവരിച്ചു. ആ കാലയളവിൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു സംസ്കാരമുണ്ടായിരുന്നു. ഹിന്ദു നദീതട സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ പോലെ യഹൂദന് കുറെ സംസ്കാരമുണ്ട്. അത് യഹൂദന്മാർ ആചരിക്കുമായിരുന്നു. ആദ്യത്തെ കുഞ്ഞ്, ആദ്യ ജാതൻ ദൈവത്തിനുള്ളതാണ്. അവൻ ഇരട്ടി പങ്കുണ്ട്. അത് അടിച്ചു മാറ്റിയത് യാക്കോബ്. അറിയാം. ആദ്യമായിട്ട് ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ, ഒരു യഹൂദ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ, ആ കുഞ്ഞിനെ ആൺകുഞ്ഞാണെങ്കിൽ അവൻ രാജാവാകാം, അവൻ പുരോഹിതനാണ്, അവൻ കുടുംബത്തിൽ ഇരട്ടി പങ്കുള്ളതാണ്. ഇത്രയും പദവി ആ വ്യക്തിക്കുണ്ട്. രാജാവ്, പുരോഹിതൻ, ഇരട്ടിപ്പങ്ക്. അപ്പോൾ ഒരു വീട്ടിലെ മൂത്ത മോനെന്ന് പറഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും മൂത്ത മോനിരിപ്പുണ്ടെങ്കിൽ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കരുത്. അത് യഹൂദ സംസ്കാരമാണ്. ബൈബിളിലെ പ്രമാണമൊന്നുമല്ല. കൂടുതൽ ഷെയർ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇടിയൊന്നും ഉണ്ടാക്കരുത്. ഉണ്ടായിട്ട് വേണ്ടേ വഴക്കുണ്ടാക്കാൻ? സ്തോത്രം. ചേർന്ന ദൈവത്തെ ശ്രദ്ധിച്ചേ. പക്ഷെ ജോസഫ് തനിക്ക് ആദ്യജാതൻ ജനിച്ചപ്പോൾ, ഈ അന്നത്തെ സംസ്കാരം, പെണ്ണ് പ്രസവിക്കാൻ കയറുമ്പോൾ വീട്ടിലാണ് പ്രസവം. ഞാൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചേച്ചിമാർ, ആൻറ്റിമാരൊക്കെ പ്രസവിക്കുമ്പോൾ അപ്പത്തെ മുറി കേൾക്കാം, അമ്മേ, അപ്പച്ച, വല്യപ്പച്ച എന്നൊക്കെ വിളിക്കുന്നതൊക്കെ. ഞങ്ങൾ കൊച്ചുങ്ങളാ. അപ്പം നേഴ്സ് വരും. നേഴ്സാ വീട്ടിലാ പ്രസവം എടുക്കുന്നത്. ഇന്നങ്ങനെയല്ല, മുഴുവൻ സിസേറിയനാ. പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ക്ഷണത്തിലല്ലോ കാര്യങ്ങൾ നടന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആണോ പെണ്ണോ എന്നറിയില്ല. ജോസഫിന്റെ കാലത്ത്, മറിയയുടെ കാലത്ത് ആദ്യജാതൻ ജനിക്കുകയാണെങ്കിൽ ആഘോഷമുണ്ട്. പെണ്ണാണെങ്കിൽ ഒരാഘോഷമില്ല. അതുകൊണ്ട് ആണോ പെണ്ണോ എന്നറിയില്ല. അത് ഒരു പ്രസവം തുടങ്ങുമ്പോൾ തന്നെ വീട്ടുമുറ്റത്തൊരു പന്തലിടും. ചെണ്ടമേളക്കാരെയും കുഴലുത്തുകാരെയും ബാൻഡ് മേളക്കാരെയും എല്ലാം വിളിക്കും. അവരെല്ലാം ചുറ്റും ഇരിക്കുകയാണ്. പെണ്ണിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ നേഴ്സ് ഒരു കുഞ്ഞുമായിട്ട് വരും. കതക് തുറന്നിട്ട് നേഴ്സിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴറിയാം അപ്പോഴേ അറിയാം. അപ്പോഴേക്കും ക്ലാർനെറ്റുകാരൻ ഒരു തുടങ്ങും. അപ്പോഴേക്കും ടെങ്കട ടെങ്കട ടേ തുടങ്ങി. എന്താ? ആദ്യജാതനാണ്.
നേഴ്സ് ഇത്തിരി ലേറ്റായിട്ട് വരും. എന്നെ പെങ്കൊച്ച. അപ്പൊ എല്ലാ വീട്ടുമുറ്റത്ത് എന്തുണ്ട്? ആദ്യത്തെ പ്രസവത്തിന്, രണ്ടാമത്തെ പ്രസവത്തിന് ഇല്ല, ഒന്നാമത്തെ പ്രസവത്തിന്. ആദ്യത്തെ കൊച്ച് ആങ്കൊച്ചാണെങ്കിൽ ആഘോഷം, ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ്, നാട്ടുകാർക്ക് മുഴുവൻ ഫുഡാ. പെങ്കൊച്ചാണെങ്കിൽ കൊല്ലത്തുകാരോടൊക്കെ പറയും, ഒരു 50 രൂപ കൊടുത്തിട്ടോ ഇതിരിക്കട്ടെ അച്ഛൻ പോ. അവർക്കും അറിയാം പെണ്ണായി പോയില്ലേ, ഗതികേട്, ഒരാണ് ജനിക്കാത്തതുകൊണ്ട് നമുക്കും കഷ്ടകാലോ, സ്വത്രം. അതുകൊണ്ട് ജീവിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ജോസഫിന്റെ മറിയുടെ ജീവിതത്തിൽ ആദ്യജാതൻ ജനിച്ചപ്പോൾ കൊയിലത്തുകാരെ വിളിച്ചില്ല, ചെണ്ടമേളക്കാരെ വിളിച്ചില്ല. പക്ഷേ ആട്ടിടയന്മാർ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. കോടിക്കണക്കിന് ദൂതന്മാർ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാനം. നിങ്ങൾക്കുള്ള അടയാളം ശീലയിൽ ചുറ്റിയ ഒരു കുഞ്ഞിനെ കാണും. ശീല ചുറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? ചാകാൻ നേരത്താണ്. ശീല ഒരിക്കലും ഒരു കൊച്ചു ജനിക്കുമ്പോൾ ചുറ്റത്തില്ല. നിങ്ങൾക്കുള്ള അടയാളം ശീല ചുറ്റി, അതായത് മരണത്തെ കാണിക്കുന്നു. അവൻ ജനിച്ചത് പോലും മരിക്കുവാനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ദൂതന്മാർ പറയുകയാണ്, സർവ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. കോടിക്കണക്കിന് ദൂതന്മാർ ഓർഗൻ വായിക്കുന്നു, ഗിറ്റാർ വായിക്കുന്നു, ക്ലാർനെറ്റ് വായിക്കുന്നു, സാക്സഫോൺ വായിക്കുന്നു. ആകാശം മുഴുവൻ ദൂതന്മാർ. ആട്ടിടയന്മാർ കണ്ട് ഞെട്ടിപ്പോയി, എന്താ ഇത്ര വലിയ ആഘോഷം? അപ്പൊ ദൂതന്മാർ പറഞ്ഞു കാണും, ജോസഫും മറിയക്കും ഒരു കൊച്ചു ജനിച്ചിട്ട് ജോസഫിന് വലിയ സന്തോഷമില്ലെങ്കിലും ജോസഫിന്റെ മോനല്ല, അത് സ്വർഗത്തിലെ അപ്പന്റെ മോനാ. അതിന്റെ ആഘോഷമാ, അതിന്റെ സന്തോഷമാ. ഹല്ലേലൂയ. ഒരു സന്ദേശമുണ്ട്. എടാ യോസഫേ, നിനക്കറിയാം നിന്റെ മോനല്ലെന്ന്, അതുകൊണ്ടല്ലേ നീ കൊയിലത്തുകാരെ വിളിക്കാഞ്ഞത്. വിളിക്കണ്ടടാ, എൻ്റെ കൊയിലത്തുകാര് ആകാശം മുഴുവൻ നിറയുണ്ട്. എൻ്റെ മകനായത്, ഇതെന്റെ മകനാ. കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. ഇത് മറിയ ഹൃദയത്തിൽ. ഈ ആട്ടിടയന്മാർ വന്ന് അവനെ നമസ്കരിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ മറിയ ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അവനറിയാം, അവൾക്കറിയാം, ഇവൻ കൽപ്പിക്കും, ഇവിടെ വെള്ളം വീഞ്ഞാകും. ഹൃദയത്തിൽ യേശു ആരെന്ന് വർഷങ്ങളായി അറിയാകുന്നവരെ, ഇന്ന് വേഗത്തിൽ അടയാളം. അകത്ത് യേശുവിനെ അറിയാവുന്നവർക്കേ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാവൂ. മറിയ ഒരു രക്തസ്രാവക്കാരത്തി പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് അവളുടെ കാശ് മുഴുവൻ പോയി. 12 കൊല്ലമായിട്ട് പല ചികിത്സ. ഒരിക്കലും ഒരാൾ പറയും ഹോമിയോപ്പതി നല്ലതാണെന്ന്, അതിനുവേണ്ടി കുറേ കാശ് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വരും. ഇരുമ്പലൊക്കെ വിഴുങ്ങിയാണ് ചുക്ക് കഷായം എന്ന് പറഞ്ഞൊരു ചൊല്ലാണ്. കണ്ട ചികിത്സക്കെല്ലാം പോയി, കാശ് മുഴുവൻ പോയി. ഏറി ഒന്ന് സഹിച്ചു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിനെ കുറിച്ച് കേട്ടാൽ നല്ലത് കേൾക്കണം, നല്ല വാർത്ത കേട്ടു. ആരിൽ നിന്ന് കേട്ട് കാണും? മറിയയിൽ നിന്നായിരിക്കും കേട്ട് കാണും. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ കാശെല്ലാം തീർന്നു, എന്നെ സഹായിക്കാൻ ഭൂമിയിൽ ആരുമില്ല. പക്ഷേ ഞാൻ മറിയ കൊച്ചമ്മയുടെ ക്ലാസ് കേട്ടതാണ്. മറിയ കൊച്ചമ്മയുടെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്, അവനെ തൊടണ്ട, അവൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ. അവൾ എന്ത് പറഞ്ഞു? ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും, സൗഖ്യമാകും, സൗഖ്യമാകും. പറഞ്ഞു 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 വന്ന് തൊങ്ങലേക്ക് തൊട്ടു. യേശു ഞെട്ടിപ്പോയി, എന്നിൽ നിന്ന് ശക്തി പോയല്ലോ, ആരെന്നെ തൊട്ടു? പറഞ്ഞു പറഞ്ഞു വന്ന് തൊട്ടു. എന്ത് നീ പറയുന്നുവോ അത് സംഭവിക്കും. എന്ത് നീ പറയുന്നുവോ അതിവിടെ നടക്കും. അവനാരെന്ന് മനസ്സിലാക്കി തൊടാമോ? അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ, അവനെ ഒന്ന് തൊട്ടാൽ,
അപ്പൊ മറിയ കൊച്ചമ്മയാണ് ആദ്യത്തെ അത്ഭുതത്തിന് വഴിമരുന്നിട്ടത്. അതിന്റെ കാരണം 30 വർഷത്തെ അകത്ത് തിളച്ചു മറിയുന്ന ഒരു സത്യമുണ്ട്. ഇതെന്റെ കുഞ്ഞല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മകനാ. ഈ സത്യമാണ് അവളെ അകത്ത് ഇളക്കി മറിച്ചത്, ഒരു കല്യാണ വീടിനെ രക്ഷിച്ചത്. പിന്നെയുണ്ട് സംഭവം. കിഴക്ക് നിന്ന് 3 വിദ്വാൻമാര് വന്നു, 3 രാജാക്കന്മാര്. മത്തായി 2 നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. വന്ന് പൊന്നും മീറും കുന്തിരിക്കവും കാഴ്ചവെച്ചു. കയ്യിൽ 5 കാശില്ലാത്ത ജോസഫിന് ഈ കൊച്ചിനെ വളർത്താനും ജനിക്കുന്ന അടുത്ത തലമുറയെ വളർത്താനുള്ള പൊന്നു കൊണ്ടുവന്ന് വെച്ചിട്ടാ രാജാക്കന്മാര് പോയത്. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ ഗതികെട്ട് പോകത്തില്ല. യേശുവിന് വേണ്ടി നീ കഷ്ടപ്പെടണ്ട. അതുമായി രാജാവ് വരും, രാജാക്കന്മാർ നിന്റെ അടുക്കൽ വരും, പൊന്നു വരും, കുന്തിരിക്കം വരും. ഹല്ലേലൂയ. മറിയക്ക് ഈ സത്യം അറിയാം. ഇതൊന്നും വേറെ ആരും കണ്ടിട്ടില്ല. യോസഫാണെങ്കിൽ നേരത്തെ മരിച്ചുപോയി. ഒരാൾക്ക് മാത്രമേ ഹൃദയത്തിൽ ഇതുള്ളൂ. രാപ്പകൽ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് അത്ഭുതം കാണുന്നത്. അപ്പൊ വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യം വേറെ ആരോടും പറഞ്ഞില്ല, മറിയക്ക് മാത്രമേ അറിയാവൂ. കാരണം കൊച്ചമ്മേ, മോളെ, ഞങ്ങൾ കിഴക്കുന്ന ഈ നക്ഷത്രം കണ്ടു വന്നത് ഞങ്ങൾ ആരാണെന്നറിയാമോ? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനൊന്നും വന്നതല്ല, ഞങ്ങളുടെ അവകാശം തരാൻ വന്നതാ. അപ്പൊ ഇവരാരാ? ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചാൽ കിടപ്പുണ്ട്. അതായത് നോക്കണ്ട, അത് അവിടെ തന്നെ ഉണ്ട്, സത്യമായിട്ട് അവിടെയുണ്ട്. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. അതായത് അബ്രഹാമിന് സാറയിൽ ഒരു കുഞ്ഞ് ജനിച്ചു, പേര് ഇസഹാക്ക്. ഇസഹാക്കിനെ അബ്രഹാം തനിക്കുള്ളതെല്ലാം കൊടുത്തു. വെപ്പാട്ടിമാർ ഒത്തിരി ഉണ്ടായിരുന്നു, അവരുടെ മക്കൾക്കെല്ലാം ദാനങ്ങളെ കൊടുത്തു. ഇസ്മായിലിനും ദാനം കൊടുത്തു, കെതൂറ എന്ന വെപ്പാട്ടിയുടെ മക്കൾക്കും ദാനം കൊടുത്തു. ഇസഹാക്കിന് തനിക്കുള്ളതെല്ലാം കൊടുത്തിട്ട് നാളെ തൻ്റെ കാലശേഷം വഴക്കുണ്ടാക്കാൻ ഈ വെപ്പാട്ടിയുടെ മക്കൾ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ഈ വെപ്പാട്ടിയുടെ മക്കളെ കിഴക്കോട്ടയച്ചു. അവരായിരുന്നു ഈ അബ്രഹാമിന്റെ കയ്യിലുള്ള ദാനങ്ങൾ കൊണ്ടുപോയി അവർ സമ്പാദിച്ച സമ്പാദ്യവുമായി അവരവിടെ വാണു. അവരാ രാജ്യത്തെ രാജാക്കന്മാരായി മാറി. അവരാണ് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. അതായത് അബ്രഹാമിന്റെ മക്കളാ. ചരിത്രം പഠിക്കുമ്പോഴറിയാം കിഴക്ക് നിന്ന് വന്ന ഈ വിദ്വാൻമാർ ആരാണെന്നറിയാമോ? അബ്രഹാമിന്റെ ദാനം അനുഭവിച്ചവരാ. അതിന്റെ അർത്ഥം യേശു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. അബ്രഹാമിന്റെ കുടുംബത്തിൽ വന്ന യേശു കർത്താവിന്റെ മുൻപിൽ ഈ വന്നിരിക്കുന്ന കാഴ്ച, സ്തോത്ര കാഴ്ച നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, മറ്റ് പല സഭയിലുണ്ട്, കൂടുതൽ സ്തോത്രാഴ്ചയൊക്കെ കൊടുത്ത ആ വീട്ടിൽ ആ സഭയിൽ അച്ചായൻ പറയും, പാസ്റ്റേ ഇവിടം വരെ ഉടനെ വരണം. എന്താ? ഞങ്ങളുടെ കോഴിക്ക് ജലദോഷം. ചെല്ലാതെ പറ്റുമോ? കോഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ട് ഞാനും മനുമേനോനും കൂടി ഒരു ചർച്ചയിൽ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇവർക്ക് വേറെ പണിയില്ലേ. തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമല്ലോ, പശുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ മനുമേനോൻ പശുവിൻ്റെ നടുവിന് കൈവച്ചപ്പോൾ ഞാൻ പുറകിൽ നിന്നു. അപ്പോൾ പാസ്റ്ററിൻ്റെ ഭാര്യ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പാസ്റ്ററിൻ്റെ ഭാര്യ പറഞ്ഞു, പാസ്റ്റർ കൂടി കൈവക്കില്ല. ഞാൻ പറഞ്ഞു, മനുപാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ പശു വീഴുമ്പോൾ പിടിക്കാൻ നിൽക്കുകയായിരുന്നു. നടന്ന സംഭവം. അതോടെ അവരുടെ അസുഖം മാറി. പശുവിൻ്റെ പുറകിൽ നിൽക്കണം, ആത്മവിശ്വത വന്നാൽ പിടിക്കാൻ. നിങ്ങൾ മനുമേനോനോട് ചോദിച്ചാൽ മതി, കഥ പറയും. അങ്ങനെ കുറേ പേരുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ ഓരോ പണി കൊടുത്താലേ നടക്കും. ആ സമയത്ത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ചിലർ കർത്താവിൻ്റെ വേലക്ക് കൊടുത്തിട്ട് പറയും, ഒരു 5 എപ്പിസോഡ് ഞാൻ സഹായിക്കാം, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ആഴ്ചയും കോട്ടേജ് മീറ്റിങ്ങിന് പാസ്റ്റർ തന്നെ വരണം. മനസ്സില്ലെന്ന് പറഞ്ഞേക്കണം.
5 എപ്പിസോഡിന് സഹായിച്ചിട്ട് നേരെ വീട്ടിൽ പോയിക്കോളാൻ പറയണം. സ്തോത്രകാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആരും കളിക്കരുത്. വിദ്വാൻമാരും രാജാക്കന്മാരും പൊന്നും മീറും വെച്ചുകൊണ്ട് നേരെ കുമ്പിട്ടു, അവനെ നമസ്കരിച്ചു. എടി മറിയ കൊച്ചമ്മേ, നീ അധികം കളിക്കണ്ട, ഞങ്ങളിവിടെ വന്നുകൊണ്ടാണ് എൻ്റെ ചെലവിലാ ജീവിക്കുന്നേ. വിശ്വാസികൾക്ക് ഇടയ്ക്ക് തോന്നും പാസ്റ്റർമാരെയൊക്കെ നിർത്തുന്ന ഞങ്ങളാ, വെറുതെയാ, ഇതൊക്കെ ദാനമാ, അബ്രഹാം കൊടുത്ത ദാനത്തിൻ്റെ ആമേ 1000-1 ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പൊന്ന്. ഹല്ലേലൂയ! കൈകളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. അവര് വന്ന് വീണ് കിടന്നിട്ട് പറയുന്ന ഒരു കാര്യം കൊച്ചമ്മ മാത്രമേ കേട്ടുള്ളൂ. എന്താണ്? എൻ്റെ മറിയ കൊച്ചമ്മേ, ഞങ്ങൾക്കിത് തരാൻ യോഗ്യതയില്ല. ഇസഹാക്കിന്റെ കുടുംബത്തിൽ ജനിച്ച രാജാവാണ് ഈ കിടക്കുന്നത്. ഞങ്ങൾ രാജാക്കന്മാരാകാൻ കാരണം ഇവൻ മുഖാന്തിരമാണ്. ഞങ്ങൾ കിഴക്കോട്ട് പോകാൻ കാരണം ഇവൻ മുഖാന്തിരമാണ്. കിഴക്കിന്റെ രാജാക്കന്മാരാകാൻ കാരണം ഇവനാ. ആരാധിച്ചേ ദൈവത്തെ. ഹല്ലേലൂയ. കിഴക്കോട്ട് അയച്ചു. കിഴക്ക് നിന്ന് വന്നവർക്ക് പറയാനുള്ളത്, ഈ തന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രശംസിക്കാനില്ല. ഇതെല്ലാം ഈ കാൽക്കൽ വെക്കുകയാണ്. അപ്പോസ്തലന്മാരെ കാൽക്കലാണ് അന്നത്തെ ജനം കൊണ്ടുവന്ന് വസ്തുവും വീടുമൊക്കെ വിറ്റിട്ട് വെച്ചത്. ഇതുപോലെ ദൈവവേലക്ക് കൊടുത്തിട്ട് ഞെളിയരുത്. നിന്നെ കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും മാനിക്കുന്നതിൻ്റെ പുറകിൽ അബ്രഹാമിന്റെ ദൈവമാണെന്ന് മറക്കരുത്, ഇസ്ഹാക്കിന്റെ ദൈവമാണെന്ന് മറക്കരുത്, യാക്കോബിന്റെ ദൈവമാണെന്ന് മറക്കരുത്. ഓ കർത്താവിനെ ആരാധിച്ചേ. നിന്റെ വാഹനം, നിന്റെ വസ്തു, നിന്റെ റബ്ബർ, നിന്റെ വിദേശ നന്മ, നിന്റെ ബുദ്ധി, നിന്റെ ഓർമ്മ, നിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവന്റെ ദാനമാണ്. സകലതും ദാനമാണ്. ഒന്നും മിടുക്കല്ല കുഞ്ഞേ. ഓ ഞങ്ങൾ ഭയങ്കര പഠിത്തമായിരുന്നു. എൻ്റെ മോനെ ഞാൻ ഇന്ന് വരെ സഭായോഗത്തിന് പോലും വിടാതെ പഠിപ്പിച്ചാണ് ഡോക്ടറാക്കിയത്. ഇല്ല, നിന്റെ മോൻ ഉടനെ ഒരു രോഗിയാകും. എന്താ കാരണം? സഭായോഗത്തിന് വരാതെ എൻട്രൻസ് വിട്ടവരൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ഇതാ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഒരു 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 വിശ്വാസിയുടെ മകൻ സ്വർഗഭോഗിയായി തിരുവനന്തപുരത്ത്. എന്താ കാര്യം? അവനെ ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഒരു കൗൺസിൽ ചെയ്യുന്ന പാസ്റ്റർ, എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തോട് ഇവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ എൻ്റെ ഈ കൂട്ടുകാരനായി ഇവനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കത്തില്ല. നിങ്ങൾ കേൾക്കണം, ഈ ചെറുപ്പക്കാരൻ മറ്റേ ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. വിശ്വാസിയുടെ മോനാ. ചരിത്രം ചോദിച്ചു, മോനെ നീ ആരാ? ഞാൻ എഞ്ചിനീയറാ. അവനോ? അവൻ എഞ്ചിനീയറാ. ഞങ്ങൾ ഒരുമിച്ച് വാർത്തിരുന്നതാ. എനിക്ക് അവനെ പിരിയാൻ മേല. അവനില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവനില്ല, ഞങ്ങൾ ഒന്നാണ്. ഒന്നും പറയാനില്ല. മോനെ നിന്റെ ചരിത്രം പറ, നീ ആരാ? ഞാൻ വിശ്വാസിയാണ്. നീ വിശ്വാസി ആണ്? എടാ നീ പഠിക്കുന്ന കാലത്തൊന്നും പ്രാർത്ഥനയ്ക്ക് പോവില്ലേ? ഞായറാഴ്ച പോലും എൻ്റെ അമ്മ സമ്മതിക്കുകയില്ല. സഭായോഗത്തിന് വരാതെ എന്നെ എൻട്രൻസിന് വിട്ട് പഠിപ്പിച്ചു. അങ്ങനെ എൻട്രൻസിന് പഠിക്കുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരനാ. എനിക്ക് അവനെ പിരിയാൻ മേല. കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയം പഠിത്തത്തിനും മറ്റുള്ള ലോക കാര്യങ്ങൾക്കും കൊടുത്താൽ ഒടുവിൽ നീ അനുഭവിക്കും, നിന്റെ തലമുറ അനുഭവിക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി നീ അത് ചെയ്യരുത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞിട്ട്. എൻ്റെ മോൻ്റെ ആഗ്രഹം പൈലറ്റ് ആകണമെന്നാണ്. ഇപ്പം അതൊക്കെ മാറി. ഓരോ പ്രായത്തിൽ ഓരോ ആഗ്രഹമാണ്. നടക്കുകയില്ലെന്ന് കാണുമ്പോൾ അവൻ പതുക്കെ വിഷയമൊക്കെ മാറ്റിക്കൊണ്ട്. അപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിവെച്ച് കൊടുക്കും. അത്ര നല്ല സ്വഭാവമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവനെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അവൻ അടിക്കാൻ പോകുമ്പോൾ അവൻ പറയും, എന്നെ തല്ലിയ ഞാൻ പൈലറ്റ് ആകുമ്പോൾ പപ്പയെ പ്ലെയിനിൽ കയറ്റത്തില്ല. അപ്പോൾ തല്ലാതിരിക്കാൻ അവൻ്റെ ഒരു ഭീഷണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തല്ലണോ വേണ്ടേ? നിങ്ങൾ പറ. അപ്പം ഞാൻ അവനെ തല്ലുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എടാ 2 കൈ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എടാ
നീ പൈലറ്റ് ആകുന്ന കാലം എത്ര വർഷമുണ്ട്? 10-20 കൊല്ലമില്ലേ? നീ പൈലറ്റ് ആകുമ്പോൾ, നീ മോളിൽ കൂടി പ്ലെയിൻ പറപ്പിക്കുമ്പോൾ ലാൻഡ് ചെയ്യണ്ടേ? അന്ന് എയർപോർട്ട് എൻ്റെ ആടാ. ഇവൻ പൈലറ്റായിട്ട് വേണ്ടേ ഉപദേശിക്ക് ജീവിക്കാൻ? അവൻ അന്ന് പൈലറ്റാകുമെങ്കിൽ 20 കൊല്ലം എനിക്ക് എയർപോർട്ട് ഉണ്ടാകും. ഞാൻ സേവിക്കുന്ന ദൈവം അത്ര വലിയവനാണ്. എന്നിട്ട് അടുത്ത അടി, രണ്ടാമത്തെ അടി, അന്ന് എന്നോട് ചോദിച്ചിട്ട് വേണോടാ നിനക്ക് ലാൻഡ് ചെയ്യാൻ. അയ്യോ പപ്പേ, എന്നെ തല്ലല്ലേ, ഞാൻ പ്ലെയിനിൽ കയറ്റാം. വേണ്ടടാ നിന്റെ പ്ലെയിൻ. അന്ന് എനിക്ക് എയർപോർട്ട് വേണ്ട, പ്ലെയിനും ഉണ്ട്. ചിലർ വിചാരം എൻ്റെ മക്കളുടെ കാലത്ത് പിള്ളേരെ കൊണ്ട് ജീവിക്കണം. പിള്ളേരെ കൊണ്ട് ജീവിക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, പിള്ളേരെ കൊണ്ട് ജീവിക്കരുത്. കർത്താവ് നടത്തും, കർത്താവ് നടത്തും. കർത്താവ് കിഴക്ക് നിന്ന് കൊണ്ടുവരും, വടക്ക് നിന്ന് കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരും. നമ്മൾ വിശ്വസ്തരെങ്കിൽ കർത്താവ് പറയും, വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുത്. എല്ലാ ദിക്കിൽ നിന്നും വരേണ്ടതെല്ലാം നമ്മുടെ മുൻപിൽ വരും. വരും 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 വരും. ഹല്ലേലൂയ. എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവിനെ കൊണ്ട് അത്ഭുതം ചെയ്യിച്ച മറിയയുടെ വിശ്വാസത്തിന്റെ പുറകിൽ ഹൃദയം മുഴുവനും അത്ഭുതത്തിന്റെ ചരിത്രമുണ്ട്. ഹൃദയം മുഴുവൻ യേശു ആണെങ്കിൽ അത്ഭുതത്തിന് സമയമായില്ലെന്ന് പറഞ്ഞാലും അത്ഭുതം നടക്കും. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം ഞാനൊരു 15 മിനിറ്റ് പറയാം. പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്, ലീഡേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ കുറച്ച് പറഞ്ഞു. പോലീസ് കേസിന് നാട് വിട്ടു. സ്നാനപ്പെട്ടപ്പോൾ ഭയങ്കര യുദ്ധമായിരുന്നു വീട്ടിൽ. നന്നായതിൻ്റെ ദേഷ്യം. കാരണം ഞാൻ യേശുവിനോട് ചേർന്ന പുതിയ സൃഷ്ടിയാണ്. പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, സ്നാനപ്പെടുമ്പോൾ ഒരാൾ മരിക്കുകയാണ്. അപ്പോൾ പിന്നെ പഴയ ആളല്ല. അതുകൊണ്ടാണ് പറയും, ഇനി എൻ്റെ ഭർത്താവ് നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ ഭർത്താവല്ല. അതൊരു സത്യമാണ്. യേശുവിനോട് ചേർന്നാൽ നീ പഴയ വ്യക്തിയല്ല. നീ ഒരു പുതിയ വ്യക്തിയാണ്. നീ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. നീ ഉദരത്തിൽ നിന്ന് ജനിച്ചതാണ്, പക്ഷെ ഉയരത്തിൽ നിന്നും കൂടി ജനിച്ചു. വീണ്ടും ജനനം നിനക്കുണ്ടായി. നീ പുതിയ വ്യക്തിയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളൊരു പുതിയ വ്യക്തിയാണ്, പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട സന്തോഷത്തിൽ ഓടി നാട്ടിൽ വന്നു. എന്നെ കാണുമ്പോൾ പോലീസ് എന്നെ തപ്പി നടന്ന സ്ഥലത്ത് കൂടിയൊക്കെ ഞാൻ നടന്നു. എൻ്റെ രൂപം മാറി. നിറയെ മുടി, ഹിപ്പിയായിട്ട് നടന്ന് ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ, എടാ നിന്നെ കണ്ടിട്ടൊരു പള്ളിയിലച്ഛൻ്റെ പോലെ ഉണ്ടല്ലോ, നീ അച്ഛനാകാൻ പോയാണ്? അല്ല എടാ, നിന്നെ കണ്ടിട്ട് എപ്പോഴും നീ എന്താടാ പഴയ പോലെ ദേഷ്യമൊന്നുമില്ല, എന്താ ചിരിക്കുന്നേ? എൻ്റെ വ്യത്യാസം എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അമ്മ 18 വർഷം രക്തസ്രാവക്കാരി. അപ്പൻ ഒരു വശം തളർന്ന് വീട്ടിലിരിക്കുന്നു. 2 സഹോദരിമാർ രോഗികൾ. അപ്പൻ്റെ പെങ്ങൾ കന്യാസ്ത്രീയാണ്. ഒരു കാല് തളർന്നതുകൊണ്ട് കന്യാസ്ത്രീ വസ്ത്രം മാറ്റിവെച്ച് മദ്രാസിൽ നിന്ന് വീട്ടിൽ വന്ന് സാരി ഉടുത്ത് വീട്ടിൽ നിൽക്കുന്നു. ചേട്ടൻ കള്ളും കഞ്ചാവും വഴി കിടക്കുന്നു. ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഒരു അനിയനുണ്ട്, അവനും രോഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സകല വാർഡുകളായിട്ട് തിരിച്ച് ചികിത്സ ചെയ്യാൻ എങ്ങും പോകണ്ട. എൻ്റെ വീട് കിട്ടിയാൽ 5-6 ഡോക്ടർമാർക്ക് സുഖമായിട്ട് ജീവിക്കാം. ആരോഗ്യമുള്ള ഒരുത്തനെ ഉള്ളത്, എന്നും പോലീസ് കേസും വഴക്കും. എന്നാൽ ഞാൻ യേശുവിനെ അറിഞ്ഞു. വീട്ടിൽ വന്നു. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, ഞാൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ പറഞ്ഞു, നീ ഇപ്പൊ പെന്തിക്കോസുകാരനാണല്ലേടാ, നീ ഇപ്പൊ കൈകൊട്ടുകാരുടെ കൂടെയാണല്ലേ. അവർക്ക് ഉടനെ മനസ്സിലാകും. ഞാനൊന്നും പറഞ്ഞില്ല. നമ്മുടെ പെരുമാറ്റത്തിൽ മനസ്സിലാകും നമ്മളൊരു ദൈവ പൈതലാണ്. ശ്രദ്ധിച്ചേ,
അവർ പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് അച്ഛന്മാരുണ്ട്, വീട്ടിൽ തന്നെ ഒരു കന്യാസ്ത്രീയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൻ്റെ കഥയൊന്നും പറയണ്ട, അത് വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി, നീ ഇവിടെ വന്നെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ മകനായിട്ട് നിന്നോ. എല്ലാം തകർന്നു, ജപ്തിയുടെ നടുക്കാണ്. പക്ഷെ അവർ യേശുവിനെ സ്വീകരിച്ചില്ല.